ഇവിടെ ഒന്ന് പറ്റിക്കാണേ അല്ലേ മെറ്റീരിയല്. ഇതേതാ ഇവിടെയുള്ള മലയാളിയാണോ? പക്ഷെ മലയാളിയാന്ന് പറയത്തില്ല കേട്ടോ. വരും കണ്ടോ കണ്ടോ. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഊരാണ്. പിന്നെ ഇവിടെ കാണാതെ വായി നോക്കാനും പറ്റും. ചുമ്മാ പറഞ്ഞ കേട്ടോ. ഈ അല്ലവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പം ഞങ്ങള് ഡൽഹിയിലെത്തി. ഇപ്പം രാവിലെ എണീറ്റ് അതികാലത്ത് എണീറ്റ് ഞങ്ങളെ കുളിച്ച് റെഡിയായിട്ട് ഇങ്ങനെ നമ്മള് നിക്കാണ്. യെസ്, ആര് രാവിലെ കാലത്ത് എണ്ണീറ്റ് നിൽക്കുന്ന ഒരുങ്ങി 6 തൊട്ട് ഒരുങ്ങിയിരിക്കുന്ന ഞാൻ 11 മണിയായിട്ടുണ്ട്. അറിയോ? 11:30 കറക്റ്റ് സമയം പറ. 11:30 കഴിഞ്ഞു. ഇതുവരെ എന്നെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല. പാവൻ ഞാൻ മാത്രം, എനിക്ക് മാത്രം പോയാൽ മതിയില്ല, ആഗ്രഹമുള്ളല്ലോ. പക്ഷെ ഇതെല്ലാം രാത്രി തൊട്ട് കുഞ്ചേസ് നിനക്ക് എന്നെ വേണ്ട കുഞ്ചേസ്, നമുക്ക് നാളെ എല്ലായിടത്തും നമ്മൾ കുഞ്ചേസ് നമുക്ക് അറ്റ കാണും കുഞ്ചേസ് മറിച്ച്. അപ്പഴേ ഞാൻ പറയാം എനിക്കൊന്നും വേണ്ട, എനിക്ക് ചുമ്മാന്ന് പോയാൽ മതി, നോക്കി വെക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എണ്ണീറ്റ് രാവിലെ ഒരുങ്ങിയിരുന്നു. നിങ്ങളുടെ കെട്ടിയന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് പറയണം കേട്ടോ. തലേ ദിവസം നമ്മുടെ അടുത്ത് ഭയങ്കര ഇതാ, നിനക്ക് എന്നോട് വീണ്ടെന്നൊക്കെ ചോദിക്കും. ഭയങ്കര ഇതാ, രാവിലെ വിളിച്ച ഇത്ര ടയേർഡില്ല, എങ്ങനെ എണ്ണിക്കുന്ന പെട്ടി ചുമന്ന കഥ, പിന്നെ ഉറങ്ങാത്ത കഥ, പിന്നെ കഥകളായിരിക്കും. ഞാൻ ഇന്നലെ പെട്ടി ചുമന്ന് ക്ഷീണിച്ചു. പിന്നെ പെട്ടിനെ തല വെച്ചിട്ടുള്ള റൂമുകളും ഹോട്ടലുകളും എല്ലാം പെട്ടി ചുമന്ന് കയറി ഞാൻ ഇന്നലെ ഒരു കൂലിയുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവര് നല്ലപോലെ കഷ്ടപ്പെടുന്നതാണ്. ആ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടി. ഇന്നലെ ഫുള്ള് പെട്ടി വന്നുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഇവള് ബാഗ് ഇടുമായിരുന്നു, പക്ഷെ ഇവക്ക് കുറെ കയറി കിട്ടിയായിരുന്നു. 14 പേരെ എടുക്കും. അപ്പൊ ഇനി ഞാൻ പിന്നെ അതും എടുത്തിടും ഇതും എടുത്തിടും. എല്ലാവരും ആയപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നിവിടെ രാവിലെ ചോർ ബസാറിലും സരോജിനി നഗറിലൊക്കെ രാവിലെ കൊണ്ടുപോകണമെന്നു. സൺഡേ മോർണിംഗേ ഉള്ളൂ. പക്ഷെ ആഗ്രഹം കണ്ണിങ്ങനെ തുറന്നു വരുമ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നു. കണ്ണ് വീണ്ടും തുറക്കുന്നു, കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നു. വീണ്ടും തുറക്കുന്നു, അടയുന്നു, തുറക്കുന്നു, അടയുന്നു. അപ്പൊ നമുക്ക് എല്ലാം ഇന്ന് പോയി ഫുള്ള് ഇന്നിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയി പർച്ചേസ് ചെയ്യാം. ജോർ ബസാർ ഇല്ല, സീരിയസ്ലി എന്തായാലും നമുക്ക് പോയി ഇല്ല സരോജിനിയിൽ പോവാം അല്ലെ. അപ്പൊ നമുക്ക് സരോജിനി മാർക്കറ്റിൽ പോകാം കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് എല്ലാം നോക്കാം. നമുക്ക് ഞാനിപ്പം വാച്ച് ഇപ്പം ഞാൻ നമ്മളോട് ചോദിച്ചു, ഒരു വാച്ച് കെട്ടണോ, ആരെങ്കിലും പിടിച്ച് പറിച്ചുകൊണ്ട് പോകുമെന്ന്. അത് വേറൊന്നും കേട്ടല്ല, വേറെ വാച്ചൊക്കെ നമുക്ക് വെച്ച് നോക്കാലോ. ഞാൻ വാച്ച് കെട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാച്ച് കെട്ടിക്കോ, ഏറ്റവും കയ്യിൽ വാച്ച് ഇല്ലെങ്കിൽ പല വാച്ചുകൾ കാണുമ്പോ കയ്യിൽ ഇടണമെന്ന് തോന്നും, പിന്നെ അത് വേണം. അതിനോട് ഞാൻ ചോദിച്ചേ, ഞാൻ വേറെ രീതിയിലാ ചോദിച്ചേ, എടി വാച്ചൊക്കെ കെട്ടിയ കയ്യിൽ നിന്നാലും പറിച്ചോണ്ട് പോകും അല്ലേ, ഒന്നും ചോദിക്കാതെ വാച്ച് എടുത്തിരുന്നാണോ. യെസ്, അപ്പൊ നമുക്ക് നേരെ സരോജിനി മാർക്കറ്റും പിന്നെ ഡൽഹി കാണാനുള്ളടത്തൊക്കെ നമുക്ക് പോകാൻ കേട്ടോ. ഇനി പെണ്ണിനെ എല്ലാം കാണിച്ചിട്ട് അവന് തിരിച്ചു വരണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കാണത്തില്ല. 2 ദിവസം ട്രെയിൻ ഇതിനെ സഹിച്ചിട്ട് ഞാൻ പോകേണ്ടത്. അപ്പൊ അത്രയും തോന്നിയത് എന്നെ കൊന്ന് കൊല വിളിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലായിടവും കൊണ്ട് കാണിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് പോകാം. യെസ്, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അവിടുത്തെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു സത്യം പറഞ്ഞാലും ഇതൊരു ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹണിമൂണോ കാര്യങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ യാത്രയായിരുന്നു അത്. ഹണിമൂൺ എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും എല്ലാവരുടെയും ഫാമിലി എല്ലാവരുടെയും കൂടെ അല്ലേ നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ നല്ല സ്പേസ് കിട്ടി അല്ലേ. അപ്പം എന്താ ഒരു നല്ലൊരു ലൈഫിന് ഭാര്യ ഭർത്താവിനും ഇടയ്ക്ക് കുറെ സമയം കിട്ടണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കിട്ടാറേ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ആകെ സംസാരിക്കാൻ 1 മണിക്കൂർ 2 മണിക്കൂറിൽ കൂടുതൽ സത്യം ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടെങ്കിലും നമുക്ക് ഓരോ കാര്യത്തിലും നമ്മൾ തിരക്കില്ല. നമുക്ക് കടയിൽ പോകുന്ന പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അച്ഛൻ എന്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അച്ഛനോട് ഞാൻ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ടുപേരെയും വഴിക്ക് പോകുമ്പോൾ സംസാരിക്കും. വൈകിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടുന്നത്. അപ്പൊ പിന്നെ ഉറങ്ങും, പിന്നെ എണീക്കും. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇത്തിരി റൊമാൻസ് കൂടിയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അപ്പൊ നമുക്ക് നേരെ പുറത്തോട്ട് പോകാം കേട്ടോ. യെസ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് പറഞ്ഞാന്ന് തോന്നുന്നു അല്ലേ. യെസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. ഇന്ന് ഇവിടെ എന്തൊക്കെ മേടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം കേട്ടോ. പറയും എനിക്കൊന്നും വേണ്ടെന്ന് കാണാം. നമ്മൾ ഈ ഹോട്ടലിലാട്ടോ താമസിക്കുന്നേ. ഓ വാ കം എന്നാ പാൽപീറ്റോ, എന്നാ പ്രീറ്റ് പാലസ്.
സ്ട്രീറ്റ് പാലസ് ഇതെവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടുന്ന് ഓട്ടോ എടുത്ത് നമുക്ക് പോണം കേട്ടോ. മെട്രോ ശരിയാവത്തില്ല. ഇവരോടെല്ലാം നല്ലപോലെ ഇത് ബാർഗൈൻ ചെയ്താലേ നമുക്ക് ഇവർ ഒറ്റയടിക്ക് 500 രൂപ എന്നൊക്കെ പറയും കേട്ടോ. മെട്രോ എടുത്ത് പോകണ്ട. കാരണം ഇന്നലെ ഞങ്ങൾ ഏകദേശം മെട്രോയിൽ നിന്ന് ഒരു 3 കിലോമീറ്ററോളം നമ്മൾ നടന്നു കേട്ടോ. നല്ല പാടായിരുന്നു ഇന്നലെ. ഒത്തിരി നടന്നെന്ന് വെച്ചാൽ ഒത്തിരി നടന്നു. അതായത് ലൈൻ മാറാൻ വേണ്ടിയിട്ട് പിങ്ക് ലൈനിലോട്ട് മാറാൻ വേണ്ടി ഒത്തിരി നടന്നു കേട്ടോ. അതെ അതെ. ഓട്ടോ അവിടെ നിന്നല്ലേ ഓട്ടോ? എന്നാ ഈ സരോജിനി നഗറല്ലേ ആദ്യം പോകുന്നേ? ആ നല്ല രസമുണ്ട് കേട്ടോ. മരമൊക്കെ ഇവിടുത്തെ മരങ്ങളെല്ലാം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഈ മരം നമ്മളവിടെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? അതിനടിയിൽ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഫ്ലാഗ് നോക്കി നേരെ ഫ്രണ്ടില് നല്ല വലുപ്പമുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇതിനകത്ത് കാണുമ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ട് തോന്നുന്നു. ഇവിടുത്തെ ബസിന്റെ ഒക്കെ വീതി നോക്കി. എന്തോ ഇത്, എന്ത് രസമാ നോക്കി. വാവ്, ഇതെന്ത് വാരിവേപ്പാന്ന് തോന്നുന്നു അല്ലേ? ഓ എന്ത് വലുതാ വലുപ്പമാന്ന് നോക്കി. ഓ ഫ്ലാഗ് കണ്ടോ? ഓ ഞാൻ എന്തിനാ പവർ ബാങ്ക് എടുത്തത്? ചാർജ് ചെയ്യാൻ വേണ്ടല്ലേ? ഫോൺ തട്ടിപ്പുറത്തിന് പോയി കഴിഞ്ഞാൽ പവർ ബാങ്ക് എടുത്ത് വണ്ടി നോക്കണം. भैया सरोजनी मार्केट कितना? इंग्लिश में 150. ओके ओके. मार्केट में चलना है ना? ഓക്കെ ഭയ്യ. ഇന്നലെ ഞങ്ങൾ അവിടുന്ന് 4 കിലോമീറ്റർ 250 രൂപ. പിന്നെ കൊച്ചു സംസാരിച്ച് 200 ആക്കിയല്ലോ. ഇതിപ്പം 100 ആണ്. ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് പറഞ്ഞേ 100 ആവത്തുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ആ അതിപ്പോ 10 കിലോമീറ്റർ അടുത്തുണ്ട്. 8 കിലോമീറ്റർ. നമ്മളവിടെ ഇതിലും കൂടുതൽ മേടിക്കും. ഓട്ടോയിലൊക്കെ പോകാൻ ഒരു സുഖമല്ലേ? ഇവിടെ നല്ല വഴിയായോണ്ടാ കേട്ടോ. നമ്മൾ സരോജിനി മാർക്കറ്റ് ഗേറ്റ് നമ്പർ 1 എത്തി കേട്ടോ. വണ്ണ നോർത്ത് വിങ്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാല്ലേ? ഓ ഓഹോ ആണോ? ബെൽറ്റിന് 1500 ഒക്കെ പറയുന്നു. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? ഇത്ര ഓ നോ. അങ്ങനെ എൻ്റെ ആദ്യത്തെ പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്.
ഗൈസ് അല്ല, ഇവിടെ എല്ലാരും ചിരിക്കുന്നൊക്കെ ഉണ്ട് എന്നെ കണ്ട്. ഓക്കെ ഓക്കെ, അവർക്ക് വേറെ സാധനമൊക്കെ മേടിക്കാണ്ട് ഭയ്യ. താങ്ക് യു ഭയ്യ. ഓക്കെ. ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ എനിക്ക് ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് നടക്കാൻ. ഇവൻ ഏതാ യൂളണ്ടായിരിക്കും എല്ലാരും ഓർക്കുന്നത് കേട്ടോ. എല്ലാരും എന്നെ നോക്കി ചിരിക്കണ്ട്. കണ്ണാടി വെച്ചോണ്ട് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ടുണ്ട് എനിക്ക്. കുഴപ്പമില്ല, 300. വേണ്ട വേണ്ട വേണ്ട, 300 ഒന്നും ഇല്ലടി. ഇതിലൊക്കെ ചെറുതായിട്ട് കിട്ടൂടി. അങ്ങോട്ട് പോവാം. മാക്സിമം 100 പിടിച്ചാൽ മതി കേട്ടോ. കേട്ടോ വേണ്ട വേണ്ട, 150 ഉള്ളല്ലേ? 100ഓ? ഷർട്ടിനോ? എനിക്കൊരു ഷർട്ട് മേടിക്കണം, കാരണം നാളെ ഇടാൻ എനിക്ക് ഷർട്ട് ഇല്ല. അടി കൊള്ളാലോ. ഇത് എത്ര അടി? പക്ഷെ കൊള്ളത്തില്ല അല്ലേ മെറ്റീരിയൽ? അങ്ങനെ വിളിക്കില്ലേ, തടി മേടിച്ചു. വാ പോ. ആർക്കറിയാം? വേണോ? സാറ് വേണോ? നോക്ക്, നോക്ക്. ഇതിനടി കോട്ട് സെറ്റോ? കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അവക്ക് ഇഷ്ടപ്പെട്ട്. കുറേ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. 550 അല്ലേ അതിന്? അതിന് ബാർഗൈൻ ചെയ്ത് മേടിക്കാം. അത് ഭയങ്കര ജാസ്തി പൈസ പറയുന്നത്, അതുകൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. കൊള്ളാം. ആവച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ ആണ് കേട്ടോ. കൊള്ളാം അല്ലേ? ഇത് ഇതിനകത്ത് കിത്തന ഹേ? ആ നോ, 50 rupees 1 piece. 50. അത്രയൊന്നും ഇല്ല. അമ്മാര് നമ്മളെ പറ്റിക്കുന്ന എന്നാ. ഇത് ആണോ? 50 ആവും. ഇത് ഇങ്ങനെ കേട്ടോ, ഞാൻ അടുത്ത് മറ്റേ ബോയ് ആയിരിക്കുന്നത്. നോ, ഓ വേണ്ട, 50 രൂപയ്ക്കില്ല. നോ 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 വയ്യ. ഓ ഷർട്ടുകൾ കണ്ടോ, അടിപൊളി ഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. എത്രയാ? 200 അല്ലേ? ഇല്ല എനിക്ക് കുഴപ്പമില്ല. ക്യാപ്പ് വേണം. ആ എടി ഇതോ, ഈ കളർ നല്ല കളറല്ലേ? എനിക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഇല്ല. ഇത് നല്ല എനിക്ക് ചേരും. ആദ്യം എടുത്തോ, അതെനിക്ക് പൊളിക്കാം. സൈസ് പക്ഷേ നോക്കണം, മീഡിയം പറ്റില്ല. അതിന്റെ XXL ഉണ്ടോന്ന് ചോദിച്ചേ. എന്ത് ഇതിന്റെ ബാഗ് എവിടെയാ? സൈസ് ലാർജ്, അതും പറ്റില്ല. ലാർജും കയറത്തില്ല. XXL ഉണ്ടോന്ന് ചോദിച്ചേ. XXL? Yeah, तुम्हारे लिए ना? Yes, yes. Yeah, done. XXL, big size. Oh, but yeah, big size. Okay. No, it's where the different. Ado all XXL ആണ്. अगर same price no. ये ओके. But हाँ काई എന്റെ കേറോടി. ആ കേറോ അല്ലേ? ആ കേറോ. Okay, कितना? It's 200. എന്താ? It fixed price. Yes, yes. Okay, take. അതെ ഇവന്മാര് കുറയ്ക്കാൻ തോന്നടി. ഭയ്യ 2
pieces. Ah, yes. No, Huh? its sale price is fixed. Oh. Sale price is fixed. Its counted pieces. Its counted pieces is 100. Its owner, my cost no. Job. अरे दो पीस तुझे दो. No bees. Yes. One, Okay, take it. It's big size. Okay, take it. 190. Okay. Okay, take. Okay, fine. Okay, 190. ലാർജ് കയറൂലല്ലോ. അതെ. It's level wrong. പക്ഷെ ഈ കറുപ്പ് ഉള്ളതില്ലടി. വേണ്ട. Okay, take. കളർ ചേഞ്ച്. എന്നാ പിന്നെ എടുത്തോ. It's YouTuber. യെസ് യൂട്യൂബ്. Blog. Oh my God. Yes. This surprise is YouTube पे कितना है? 1 lakh. No, it's 6 lakh. 6 lakh. Yes. You're from Kerala. Kerala से okay. More like Malayali. Bihari. Delhi first time. Yes, first time. Okay, മതിയുടെ. ആ ബ്ലാക്ക് തന്നെ മതി. പക്ഷെ ബ്ലാക്ക് ഭയങ്കര ചൂടല്ലേ അതാണ്. Okay, ये विंड चीटर विंटेज स्टाइल 750 Okay. लेस करके 650. ओके Okay. ये 1250 लेस करके 1000. Okay, your shop name? 13. ये बाइकर जैकेट आओ. लेदर जैकेट कितना? 2500 लेस करके 2000. ओके Oh. ये जर्सी LY कांटेक्ट नंबर 7011087930. Okay. शिवम कुमार. Okay. ओके ये Okay. शॉप नंबर 13 गेट नंबर 1 से शनि मंदिर साइड से Okay. स्पोर्ट लाइन और 100 शॉप के सामने साई हैंडलूम के सामने. Okay. ओके Okay. थैंक यू सो मच भैया. താങ്ക് യു. യൂട്യൂബേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ കടയിലൊക്കെ കയറ്റിയിട്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. സ്റ്റേജ് വയ്യാതെ കുറെ വീഡിയോ എടുപ്പിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് ഒക്കെ നല്ലപോലെ തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വിഷമുള്ള ആ റേറ്റിൽ തന്നെ തരും. അതെ. നമുക്ക് പറഞ്ഞേക്ക് കുറച്ചുകൂടെ. അല്ല ഇതൊക്കെ ഫിക്സഡ് പ്രൈസാ. അതിന് ഇംഗ്ലീഷ് അറിയില്ല, ഒട്ടും അറിയത്തില്ല. ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല. എത്ര കിത്തന ഭയ്യ? 150. ആ ഓക്കെ കൊടുത്തിട്ട് പോരെ. ബാ കം. ബാ. 1 minute. ആവോ ഞങ്ങളുടെ ഇടപാട് തീർന്നു കേട്ടോ. മൊത്തത്തിൽ ഞങ്ങളിങ്ങനെ സർപ്രൈസ് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണിക്കേട്ടോ. സർപ്രൈസ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയും സേഫ് ആയിട്ട് ബാഗിലേക്ക്. ഇവിടെയുള്ള മലയാളിയാണോ? പക്ഷെ മലയാളിയാണെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല തിരക്കാ കേട്ടോ. എൻ്റെ അമ്മ ഭയങ്കര ചൂടുണ്ട്. പക്ഷെ കൊള്ളാല്ലേ. രക്ഷയില്ല. നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നീ ബ്രെഡ് കഴിച്ചോ? ഞാനും കഴിച്ചതല്ലേ. ഓ ശരിയാ. അമ്മ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഉമ്മാര് സമ്മതിക്കത്തില്ല കേട്ടോ. ആണ് പക്ഷെ നമുക്ക് ഇതിന് ഫോണ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് കുറെ ആൾക്കാർ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാനിത് ഇപ്പൊ ഓപ്പൺ. അയ്യോ അല്ലേ ഒരു രക്ഷയില്ല കേട്ടോ. നടക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ ഒരുത്തരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടുത്തെ മേടിക്കണമെന്ന് നടന്ന് നിൽക്കുമ്പോഴത്തേക്ക് സമ്മതിക്കത്തുമില്ല. ഇവക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള കളേഴ്സാണ്. കൊള്ളാം കേട്ടോ.
നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇമാര് ഓടി എന്റെ പുറകെ വരും. കണ്ടോ ഇപ്പൊ ആരും വരാതുണ്ടോ. നമ്മളിവിടെ വന്നോ? ആരെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോണം. മിണ്ടല്ലേ, മിണ്ടിക്കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. നമ്മളന്ന് മിണ്ടിയപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി തീർത്ത് കളഞ്ഞു. നിനക്ക് ഇഷ്ടപ്പെട്ട നീ വാങ്ങിച്ചോ? എന്നാ ഇവക്ക് കൊള്ളില്ലാത്ത എനിക്കറിയല്ലോ. ഇവക്ക് ചേരുന്ന കളർ എന്തുവാന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അതാണ് സംഭവം, മനസ്സിലായോ? ഓ അല്ല, പിന്നെ എനിക്ക് ഷർട്ട് മേടിച്ചു തന്നു കേട്ടോ. ഇവിടെ ഒന്ന് പറ്റിക്കാറേ. $50 രൂപയുടെ ബനിയൻസ് കേട്ടോ. ഇത് കുഞ്ഞിന് 50 രൂപയുടെ ബനിയനല്ലേ? എന്തോ തിരക്കാല്ലേ? സൺഡേ അല്ലേ? നോക്ക്. അവൾക്ക് അവളുടെ അടുത്ത് മുങ്ങ കേട്ടോ. പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ തൊട്ട് പറയുന്നതന്നെയാണ്, പേടിപ്പിച്ചായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞിട്ടാ നിന്നെ പറ്റിച്ച. ആ ഞാൻ അപ്പുറത്ത് പോയിട്ട് കാണാൻ പറ്റിയല്ല. ഞാൻ നിന്റെ മോൻ കണ്ട്. ആകുമ്പോ ഇതിപ്പോ നമ്മളെവിടെയാ കറങ്ങി തിരിഞ്ഞ് എവിടെയോ എത്തിയിട്ടുണ്ട് കേട്ടോ. ചങ്ങനാശ്ശേരി ചെല്ലുമ്പോ ആമീസോളിന്റെ ഫ്രണ്ട് നിർത്താൻ അല്ല, വേറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വേറെ നോക്കിക്കോ. ആ മേളത്തെ പിങ്ക് നോക്കിയേ. അടുത്ത എന്റെ സെലക്ഷൻ നിങ്ങൾ നോക്കിയാൽ നല്ലതാണോ എന്ന് പറയണം കേട്ടോ. ആ ഇത് മറ്റേ ഏതോ മറ്റേ ഒന്നും ജസ്റ്റ് ചേരുന്നില്ല കേട്ടോ. അവന് ഞങ്ങള് കണ്ണാടി വേണമെന്ന് വെച്ചില്ലേ. വേണ്ടതല്ല, 100 രൂപയ്ക്ക് ടോപ്പ് കേട്ടോ. അമ്പ വിശന്നിട്ട് ഇടപാട് തീരുന്നുണ്ട് കേട്ടോ. ഓ വലിയ ഹിന്ദിക്കാരി കേട്ടോ.
ഓ ഞാൻ ഒരു വിധത്തിൽ തട്ടിയും പൊട്ടി ചീച്ചു നോക്കും. എന്നെ നാളെ ട്രോളാനുള്ള എല്ലാവർക്കും. വീട്ടിൽ അങ്ങനെ ഞങ്ങള് എക്സാക്ട് പോയിന്റിലെത്തി കേട്ടോ. സരോജിനി മാർക്കറ്റ്, ഫുള്ള് സരോജിനി മാർക്കറ്റാണ്. അത് എങ്ങനെയാണ് ഈ സരോജിനി പേര് വന്നേ? സരോജിനിയാണെന്ന് എനിക്കറിയത്തില്ല, അറിയണമെന്ന് പറയുന്നതാണ് കേട്ടോ. ആ പിങ്ക് എടുത്താലോ? പക്ഷെ അതിന്റെ അവിടെ മറ്റേ ഇല്ല, തീരത്തില്ല. ഏതോ അപ്പച്ചൻ കുഞ്ചൂസിനെ തെറി വിളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അമ്പാടാ ഒന്നുമില്ല. ഇത് എവിടെയാ ഇതിന്റെ എന്തെന്നൊന്നും അറിയത്തില്ലല്ലോ. അച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടത് അച്ചയ്ക്ക്. ആ ഇല്ല ഇല്ല, ഒത്തിരി വലിയ സൈസ്. അപ്പൊ നമ്മൾ സരോജിനി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം എല്ലാവർക്കും ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ എമൗണ്ടിനല്ല എങ്കിലും അത്യാവശ്യം നമുക്ക് ചെറിയൊരു എമൗണ്ടിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. ഇവിടെ നമുക്ക് നാട്ടിലൊരു 500-600 രൂപ ആവുന്ന ഷർട്ടിന് ഇവിടെ ഒരു 200 രൂപയ്ക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ഇതാണല്ലോ അത്. അതെ, അപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ട്. അതേപോലെ നിക്കറ കാര്യങ്ങൾ, ഇന്നറ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഞാൻ മാത്രമായിട്ട് മേടിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നേരെ ഫ്രണ്ടിൽ ഇവിടെ വന്ന സ്വർഗം കിട്ടിയില്ല. കാരണം ഇവിടെ ഒന്നും കിട്ടത്തില്ല, ഫുഡൊന്നും നമുക്ക് പറ്റിയൊന്നും കിട്ടത്തില്ല. എന്തായാലും രക്ഷപ്പെട്ട്. ഏതോ വലിയൊരു മാളാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നല്ല രസമുണ്ട്. വാ. നല്ല എരിവുണ്ട്. ഭയങ്കര ഇവിടെ ഏറ്റവും സ്റ്റൈലായിട്ടിരിക്കുന്ന അപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മലയാളിയാണ്, ഇവിടുത്തെ മലയാളികൾക്ക് മനസ്സിലായില്ല. അപ്പനോട് വന്ന് മലയാളി കൊച്ചു വന്നിട്ട് ഭയങ്കര ഇംഗ്ലീഷ്. അപ്പൊ മലയാളിയല്ലേ ഹിന്ദിയാണോ ചോദിച്ചത്? എനിക്കൊന്നും മനസ്സിലാത്തോണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചു മലയാളിയല്ലേ നീ? പറഞ്ഞു മലയാളിയാണ്. ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു കേട്ടോ. കഴിച്ചു അല്ലെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ തൊട്ട് പുറകെ ഞങ്ങൾക്ക് വിഷമിച്ച ഒരു കാര്യമാണ് കേട്ടോ. കുഞ്ഞുങ്ങള് വഴിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. നല്ല പിള്ളേരും കാണാൻ കുഴപ്പമൊന്നും. പിള്ളേരൊന്ന് പഠിക്കുവാണ് ഇവിടെ സ്ട്രീറ്റിൽ നിന്ന് പഠിക്കുവാണ്. അതിൻ്റെ ഇപ്പുറത്ത് വെയിറ്റ് മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പം വെയിറ്റ് നോക്കുക, പൈസ കൊടുക്കുക, അങ്ങനെ. അപ്പോൾ നമ്മൾ വെയിറ്റ് കണ്ട് അവിടെയൊക്കെ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങളായോണ്ടാണ് കേട്ടോ നമ്മൾ കാണിക്കാത്ത. കാരണം കുഞ്ഞു പിള്ളേരല്ലേ. ഇവരെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം മൊത്തം ഇവിടെ ഫുള്ള് പിള്ളേരെ ഇങ്ങനെ ഇരുത്തിയേക്കുക. മേ ബി ഫാമിലി ഇങ്ങനെ ഇരുത്തിയേക്കുന്ന തന്നെയാന്ന് തോന്നുന്നല്ലേടി? ആ ഉണ്ടോ എല്ലാം നമ്മള് കൊടുത്ത കൊച്ചു പഠിക്കുമായിരുന്നു. ബാക്കി എന്റെ ദൈവം, ഒരാളിരുന്ന് ഉറങ്ങുവാണ് കേട്ടോ. അതുകൊണ്ട് കാറിന്റെ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. അതിൽ നോക്കി പകർത്തി എഴുതി പഠിക്കുമല്ല.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓട്ടോ എടുത്ത് നമുക്ക് വേറെ ഹോട്ടലിലോട്ട് പോകണം കേട്ടോ. എല്ലാ അത്യാവശ്യ സാധനങ്ങളെല്ലാം മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാല്ലേ, വണ്ടി നോക്കാം അല്ലേ. അയ്യോ ഇങ്ങനെ ഓട്ടോകൾ കിടക്കുന്നു മൊത്തം. എന്നാടി എനിക്ക് ഈ കണ്ണാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഊരാണ്. പിന്നെ ഇവിടെ കാണാതെ വഴി നോക്കാനും പറ്റും. ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞാൻ നല്ല കൊച്ചായോണ്ട്. നോ ഇല്ല അങ്ങനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ സമയം തിരിച്ച് ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രസമായിരുന്നു, കാരണം സമയം പോയെന്ന് പറഞ്ഞില്ല കേട്ടോ. സാധാരണ എനിക്കിങ്ങനെ ചൂട് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്, പക്ഷെ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ കുറച്ച് നേരത്തെ എനിക്ക് ഭയങ്കര ഇനി വേറെ വലിയ സാധനങ്ങളൊക്കെ എന്റെ കുറ്റത്തിന് വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്, അതോടെ ചേട്ടൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ചേട്ടൻ കാണിച്ചു തരാം.